മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 1 സ്പൂൺ ചിയ സീഡ്സ് എടുത്തിട്ടുണ്ട്. ചിയ സീഡ്സിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസും ഫൈബറും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ഇതിൽ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. ഇതുകൂടാതെ പ്രമേഹം നിയന്ത്രിക്കുന്നതിനും ചിയ സീഡ്സ് സഹായിക്കുന്നു. അല്പം വെള്ളം ഒഴിച്ചത് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. വേറൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 2 സ്പൂൺ റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. റാഗിപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് കടയിലും വാങ്ങാനായിട്ട് കിട്ടും. ഇത് ഞാനിപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത പൊടിയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് നിന്ന് കലക്കിയെടുക്കാം. റാഗി കഴിക്കുന്നത് കൊണ്ട് ഷുഗർ കൺട്രോൾ ചെയ്യാനും വണ്ണം കുറയാനും മാത്രമല്ല മുടി കൊഴിച്ചിൽ തടയാനും ഒക്കെ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് മാത്രമല്ല മുടിയുടെ ആരോഗ്യത്തിനും റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. റാഗിയിൽ ധാരാളമായിട്ട് അയണും കാൽസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിനും റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളിപ്പോൾ ഇത് കട്ടയില്ലാതെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമ്മളിപ്പോൾ കലക്കി വെച്ചിരിക്കുന്ന ആ റാഗി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പോയിട്ട് കട്ടിയായിരിക്കും. ഇതിപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇത് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം. ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുറുകി കിട്ടും. ഞാനിതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. നമ്മളിത് ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേറെ വെള്ളം നമുക്ക് ചേർക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ റാഗി കുറുക്കിയെടുക്കുമ്പം അത് ഒരുപാട് തിക്കായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കതിലേക്ക് വേറെ വെള്ളമൊക്കെ അല്ലെങ്കിൽ പാലൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് പാലൊന്നും ചേർക്കുന്നില്ല. ഇത് റാഗി ചേർത്തിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. ഡയബറ്റിക് ഉള്ളവർക്ക് കഴിക്കാനായിട്ട് പറ്റിയ ഒരു ഡ്രിങ്കാണ്. നമ്മളിതിലേക്ക് വേറെ സ്വീറ്റ്സ് ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം ചേർത്തത് കൊണ്ട് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് വരും. ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ ഡ്രിങ്കിലേക്ക് ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും ചേർക്കുന്നുണ്ട്. ഈ ക്യാരറ്റ് മുഴുവനും വേണ്ട, അതിൻ്റെ പകുതി മതി. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് സ്കിന്നൊക്കെ കളഞ്ഞ് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂണോളം ക്യാരറ്റ് മാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും അളവിൽ തന്നെ തേങ്ങയും കൂടി നമുക്ക് ഇതിലേക്ക് എടുക്കാം. ഇനി നിങ്ങൾക്ക് തേങ്ങയ്ക്ക് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ, നമ്മളിത് അടിച്ചെടുക്കുമ്പം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്പം ഏലക്കയും കൂടി ചേർക്കുന്നുണ്ട്. 3 ഏലക്കയുടെ തരി, ഇതുപോലെ ഒന്ന് ഏലക്ക പൊളിച്ചതിൻ്റെ തരി എടുത്തിരിക്കുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സ് കൂടെ ചേർക്കാം. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനൊരു 6 കാഷ്യൂ നട്ട്സും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ആദ്യം നമുക്ക് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ച റാഗി ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു ചൂടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും തേങ്ങയും ഏലക്കയും പിന്നെ കാഷ്യൂ നട്ട്സ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് മധുരത്തിനായിട്ടൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്കിതിലേക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. 2-3 ഡേറ്റ്സ് മധുരത്തിൻ്റെ അനുസരിച്ച് ചേർത്താൽ മതി. ഇനി അതെല്ലാം കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇതിലേക്ക് ശർക്കര വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അടിച്ചെടുക്കുന്ന കൂട്ടത്തിൽ ശർക്കരയും കൂടി ചേർത്താൽ മതി. ഇപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരം ഒന്നും ചേർത്തില്ലെങ്കിലും ഇതിലേക്ക് നമ്മൾ ആ തേങ്ങയും അതുപോലെ ക്യാരറ്റും കാഷ്യൂ നട്ട്സും ഒക്കെ ചേർത്തതുകൊണ്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളിനി ഇതിലേക്ക് ചേർക്കാനായിട്ട് അല്പം ചിയ സീഡ്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. അതിൽ നിന്നും 1 സ്പൂൺ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1-2 സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിയ സീഡ്സ് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് അല്പം റേസിൻസും പിന്നെ കാഷ്യൂ നട്ട്സിൻ്റെ ചെറിയ പീസസുമാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. റാഗി കഴിക്കുന്നത്
ഷുഗർ ഉള്ളവർക്ക് അത് കൺട്രോൾ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.